നിങ്ങൾ കാണുന്നത് ഫയർഫോഴ്സ് വെള്ളം ചീറ്റിക്കൊണ്ട് അല്ലേ അത് അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ്. അവിടെ ആരെങ്കിലും ദൃക്സാക്ഷികളൊക്കെ ഉണ്ടല്ലോ അനീഷ്, അവരോട് ചോദിക്കാം ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എത്രത്തോളമായിരുന്നു. ഈ പല ആളുകളെയും എനിക്കൊന്ന് പുറത്തേക്ക് ഒഴിപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലേ? എങ്ങനെയായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ കണ്ടോ? ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. ഞാള് 3-ാം നിലയിൽ ഇങ്ങനെ നിൽക്കുന്നതിന് അന്നേരം ഞാൻ ചോദിക്കുന്നുണ്ട് എന്തെന്ന് പോലെ ഒരു കുഴപ്പമില്ല, ചെറിയൊരു ഷോട്ട് വന്നിട്ട് കത്തുന്നതാണ്. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പോട്ടേന്ന്. ഇല്ല, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നായിരുന്നു. പിന്നെ ഫയർ സർവീസ് ലോലി വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങിക്കോന്ന്. രോഗി അകത്തി തന്നെയാണ്. അവിടെ പുകയുണ്ടായിരുന്നു? ഇല്ല, ഞാളിന്നടുത്ത് പുകയൊന്നുമില്ല. ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല? അവിടെ തോന്നിയില്ല. നമ്മള് ഫസ്റ്റ് ഫ്ലോർ, അമ്മ സെക്കൻഡ് ഫ്ലോറിൽ ഐസിയുലാണ് അമ്മ ഉള്ളത്. അവിടെ തന്നെയാണ് ഉള്ളത് ഇപ്പം അല്ലേ? അമ്മ അവിടെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർമാരോടൊക്കെ ചോദിച്ചപ്പോ അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. വന്നിരുന്നു അല്ലേ? ഞങ്ങള് ഭക്ഷണം കഴിച്ച് വരിയിരുന്നു അല്ലേ? ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിലാ ഭക്ഷണം. ഗ്രൗണ്ട് ഫ്ലോറിൽ ചായ കുടിച്ച് കഴിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ വരിക. അപ്പോഴാണ് എല്ലാവരും ഓടുന്നൊക്കെ കണ്ടത്. സ്മെല്ലൊക്കെ വന്നിരുന്നു. നല്ല പുകയുണ്ടായിരുന്നു. സ്മെല്ല് താഴേക്ക് വന്നിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വരെ സ്മെല്ല് വന്നിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ആളി നല്ലോണം വലിയ തീയായിരുന്നു അല്ലേ? നല്ല തീ ഉണ്ടായിരുന്നു. പുക വന്നിരുന്നു. നല്ല പുക. എന്തായാലും ഇതാണ് ഈ രോഗികളുടെ ഒപ്പമുള്ള കൂട്ടിരിപ്പുകാരാണ്. 2-ാം നിലയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന രോഗിയുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളാണ്. ആ രോഗികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഡ്യൂട്ടി ചെയ്തിരുന്നാണ് അവിടെ? ഏത് നിലയിലായിരുന്നു? ഞാൻ സെക്കൻഡ് ഫ്ലോർ ലാബിലായിരുന്നു. എന്നിട്ട് എന്താ പുക കണ്ടോ? നിങ്ങൾ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി, അപ്പോഴാണ് കാണുന്നത്. ഇത്രയും വലിയ തീയാന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആളുകളെ ഒഴിപ്പിക്കാനൊന്നും പറഞ്ഞില്ലായിരിക്കും അല്ലേ? അതോ അല്ലേ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആവശ്യം വന്നില്ല, തീർന്നിരുന്നു. അതാണ് ജീവനക്കാർ പറയുന്നത്. ഈ അവരൊക്കെ 2-ാം നിലയിലും 3-ാം നിലയിലും ഒക്കെ ജോലി നോക്കിയ ആളുകളാണ്. പെട്ടെന്ന് തന്നെ അവരോട് അവിടെ നിന്നും ഒഴിയാൻ ഫയർ സർവീസിലെ ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ വന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് രോഗികളും മറ്റു കൂട്ടിരിപ്പുകാരും ഒക്കെ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ച. തീ നിയന്ത്രണ വിധേയമായ ശേഷം ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണ രീതിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ വലിയ ഒരു ആശ്വാസ കാര്യമായി മാറുന്നത്. ഈ ആശുപത്രിയുടെ ഏറ്റവും മുകൾ നിലയിലെ ബ്ലോക്കിലാണ്, സി ബ്ലോക്കിലെ ഏറ്റവും മുകളിലുള്ള AC ചില്ലിംഗ് യൂണിറ്റിനാണ് തീപിടിച്ചത്. ആ തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ആശുപത്രി പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ആശ്വാസമായി മാറുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോയ രോഗികൾ അവിടെ നിന്നും അകത്തേക്ക് വീണ്ടും പോകുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച രോഗിയുടെ കൂട്ടിരിപ്പുകാർ അടക്കം പറഞ്ഞത് ICUവിൽ കഴിയുന്ന രോഗിയായിരുന്നു. മുകളിലെ ചില്ലിംഗ് റൂമിലാണ് തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഫയർ സർവീസിലെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പോയി അവിടെ നിന്നും രോഗികളെ പൂർണ്ണമായും താഴേക്ക് മാറ്റി. അപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. അവരവിടെ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്. ആശുപത്രിയിലെ ഈ അഗ്നിശമന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ അഗ്നിശമന സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനൊപ്പമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് എത്തി അവിടേക്ക്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. കാര്യങ്ങൾ ഏതാണ്ട് ഒന്ന് കൺട്രോൾഡ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആശ്വാസകരമായ കാര്യം, അവിടെ താഴെ നിലയിലുള്ള ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് രോഗികളൊക്കെ പുറത്തിറങ്ങി, രോഗികളും ബന്ധുക്കളും ഒക്കെ പുറത്തിറങ്ങി നിന്ന് ഇതിൻ്റെ ഒരു ആശ്വാസം പങ്കിടുന്നത് കൂടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത്ര വലിയൊരു തീപിടുത്തം, അതിൻ്റെ പുകച്ചുരുളുകളൊക്കെ ഉണ്ടായാൽ ചെറിയ തോതിലല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒന്നായി മാറുന്നുണ്ട്. ഏറെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഈ തീ അണച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. 9-ാം നിലയിലാണ് ഈ തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ്
ഏറ്റവും ഗൗരവതരമായ കാര്യം. ഒരുപക്ഷെ താഴേക്കൊക്കെ വ്യാപിക്കാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. മുകളിലത്തെ നിലയിൽ വളരെ കൃത്യമായി തന്നെ ഫയർഫോഴ്സ് ഇടപെട്ട് തീ അണയ്ക്കാൻ ഇപ്പോൾ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. 2-3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ട് എന്നതും നമുക്കിതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ ഒരു അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. അനീഷ്, തുടരാം. നമ്മളിപ്പോൾ ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ തേടാൻ അവരിപ്പോൾ ആ ആശുപത്രിക്കുള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. രോഗികളും മറ്റുമൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ആൾക്കാരുണ്ടോ? അവിടെ അല്ല, അവിടെ ആൾക്കാരുണ്ട്, മീഡിയാസ് ഉണ്ട്, MK രാഘവനുണ്ട്, ആശുപത്രി മാനേജ്മെന്റ് മാധ്യമങ്ങൾ കാണുന്നുണ്ടല്ലോ. വിഷത് കണ്ടിട്ടാ പറഞ്ഞത്. ആശുപത്രി അധികൃതർ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയേക്കാം. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് 9ാം നിലയിലാണ്, AC ചില്ലർ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഒരുപക്ഷെ AC മെഷീനുകളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കാം. അതിൻ്റെ ഗ്യാസുകളൊക്കെ ലീക്കായിരിക്കാം. അതിൻ്റെ ഭാഗമായാണ് ഇത്ര കനത്ത പുകച്ചുരുൾ ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രികളിൽ രോഗികളില്ലാത്ത പുതിയ ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് അല്പം ആശ്വാസത്തിന് വക നൽകിയത്. സ്വാഭാവികമായും അങ്ങനെ സംഭവിച്ചതുകൊണ്ട് മറ്റെന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നുള്ളതിന് സ്ഥിരീകരണമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. രോഗികളെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിപ്പിച്ചു. ആ താഴത്തെ നിലയിലൊക്കെയുള്ള രോഗികളെ ഒഴിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരുന്നു ഫയർഫോഴ്സ് സംവിധാനം. അതനുസരിച്ച് വിജയകരമായി അതും പൂർത്തീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ വിജയകരമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീ നിയന്ത്രണ വിധേയമാണ്, സംശയമില്ല. പക്ഷേ പുകച്ചുരുളുകൾ ഇപ്പോഴും കാര്യമായി തന്നെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എത്ര ഭീകരമായിരുന്നു ഈ സംഭവം എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. അതുതന്നെ ആദ്യം ഒന്ന് രോഗികളെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് വല്ലാതെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഒരുപക്ഷെ ഇതിൽ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായാൽ അത് കുറച്ചുകൂടി കാര്യമായി തന്നെ മറ്റുള്ളവരെയൊക്കെ ബാധിക്കേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ആശ്വാസകരവുമാണ്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അനീഷ് ശ്രമിക്കുന്നത് കൂടുതലായും ഈ ആശുപത്രി അധികൃതരുടെ ഒരു പ്രതികരണം സ്വീകരിക്കാനാണ്. ഒരുപക്ഷേ കോഴിക്കോട് MP അടക്കം അങ്ങോട്ടേക്ക് എത്തിക്കാണും. രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തും. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കാര്യങ്ങളിപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ്. അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അനീഷ്, ആശുപത്രി അധികാരികൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, നമ്മൾ ഈ അപകടമുണ്ടായ 9ാം നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആശുപത്രി അധികൃതരും അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥരും MK രാഘവൻ MP അടക്കമുള്ളവർ അവിടെ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത കുറച്ചുകൂടി കൃത്യമായി നമുക്ക് ലഭിക്കും. അവിടുത്തെ ആ തീപിടുത്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്തായിരുന്നു എന്നതും എങ്ങനെ അവർ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവിടെ നേരിട്ട് പോയി നമുക്ക് അറിയാൻ കഴിയും. ആശുപത്രി അധികൃതർ എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച കൃത്യമായ വിശദീകരണം നൽകുന്നു. 9ാമത്തെ നിലയിലാണ് ഈ സംഭവം ഉണ്ടായത്, ഈ തീപിടുത്തം ദുരന്തമുണ്ടായത്. ഈ 9ാം നിലയിലേക്ക് അല്പസമയത്തിനകം അനീഷ് എത്തിച്ചേരും. നമ്മുടെ ക്യാമറ സംഘം എത്തും. അവിടെ ആശുപത്രി അധികൃതരുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ, MK രാഘവൻ MP അടക്കമുള്ള ആളുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അവിടെ വെച്ച് അവർ കുറച്ചുകൂടി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വിശദീകരണം നൽകിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ കാര്യങ്ങളിലൊന്ന്, ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തീ നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായും തീ നിയന്ത്രിച്ചിരിക്കുന്നു.
അനിഷ്ട സംഭവങ്ങളില്ലാതെ ഫയർഫോഴ്സിന് കാര്യങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും പൂർണ്ണമായും ആ ഏരിയയൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ തോതിൽ ആ മേഖലയൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ, എത്ര നാശനഷ്ടമുണ്ടായി എന്ന കാര്യമൊക്കെ അറിയണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അല്പസമയത്തിനകം എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. അല്പസമയം മുമ്പാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ 9ാം നിലയിലെ AC ചില്ലിംഗ് റൂമിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അവിടെ